നമ്മുടെയൊക്കെ ജീവിതത്തില് ഏറ്റവും കൂടുതൽ ഭയം തോന്നുന്ന ഒരു ദിവസം അതെന്നായിരിക്കും? നമ്മുടേതാണെന്ന് വിചാരിച്ച, നമ്മൾ ഏറ്റവും വില മതിച്ചിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾക്ക് എപ്പോഴും താങ്ങായ തണലായും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു പ്രിയപ്പെട്ട ആളുടെ വിയോഗം. ആ ആള് നമ്മുടെ കൂടെ ഇല്ല, ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ നമ്മൾ തനിച്ചാണ് എന്നുള്ള തിരിച്ചറിവ് അല്ലേ? ആ ഒരു വേദന മുതിർന്ന ആളുകൾക്ക് പോലും താങ്ങാനാവുന്നതിനേക്കാൾ അപ്പുറമാണെങ്കിൽ അവർക്കൊരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര വിഷമമാണ് അല്ലെങ്കിൽ നഷ്ടമാണ് അതിൽ കൂടെ ഉണ്ടാവുന്നതെങ്കിൽ, ഇതിനെപ്പറ്റി ഒന്നും ഒരു ധാരണയും ഇല്ലാത്ത, നഷ്ടത്തെപ്പറ്റി അറിയില്ലാത്ത, അല്ലെങ്കിൽ ഒരു മനുഷ്യനൊരു വിയോഗം ഉണ്ടാകുമെന്ന് പോലും അറിയില്ലാത്ത കുരുന്നു മനസ്സുകൾ അതെങ്ങനെയായിരിക്കും അവർ ഹാൻഡിൽ ചെയ്യുന്നത്? നമ്മൾക്ക് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ, ഒരാളുടെ മരണം ഉണ്ടാവുമ്പോൾ അത് എങ്ങനെയാണ് ഒരു കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു കുട്ടിക്ക് മരണവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു കൊടുക്കേണ്ടത്, അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് പറയാൻ പാടില്ലാത്തത്. കാരണം നമ്മുടെ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് തന്നെ എങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാത്ത സ്ഥിതിക്ക് നമ്മൾ പലപ്പോഴും കുട്ടികളോട് പല കാര്യങ്ങളും മറച്ചു വെക്കും, പല കാര്യങ്ങളും പറയാതെ ഇരിക്കും. അങ്ങനെയുള്ള സമയങ്ങളിൽ അവര് കൂടുതൽ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസിലേക്ക്, അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളിലേക്ക് അവർ കടന്നു പോകും. അപ്പൊ അതെങ്ങനെ ഒഴിവാക്കാം എന്നും കൂടെയാണ് നമ്മുടെ വീഡിയോയിൽ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇതിലെ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സത്യം മറച്ചു വെക്കാതിരിക്കുക. ഇത്രയും പെട്ടെന്ന് കുട്ടികളെ എന്താണോ സത്യം എന്നുള്ളത് അറിയിക്കാൻ നോക്കുക. നമ്മുടെ കണ്ണീര് അവരിൽ നിന്നും മറച്ചു വെക്കേണ്ട കാര്യമില്ല. അമ്മൂമ്മ മറ്റിടത്തേക്കോ മാറിപ്പോയിരിക്കുകയാണ്, അല്ലെ ദൈവം കൊണ്ടുപോയി എന്നോ, അല്ലെങ്കിൽ പട്ടിക്കുട്ടി താണ്ടെ ഓടിപ്പോയി എന്നൊക്കെ പറയുന്നതിന് പകരം സത്യമായിട്ടും അവർ മരിച്ചുപോയി, അവരിനി തിരിച്ചു വരില്ല എന്നുള്ള ആ ഒരു തിരിച്ചറിവ് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. അല്ലെങ്കിൽ എന്നും അവരെ കാത്തിരിക്കും. ഈ കാത്തിരിപ്പ് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഒരു വേദന ആയിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ നമുക്ക് കുട്ടികൾക്ക് ആൻസർ ഇല്ലാതെ നിങ്ങൾ കരയുന്ന സമയത്ത് ഇവർ എന്തിനാ കരയുന്നത്, അപ്പൊ അവരുടെ ഇമോഷൻസും നിങ്ങളുടെ ഇമോഷൻസുമായിട്ട് ലിങ്ക് ചെയ്യാതിരിക്കും. അതൊക്കെ കുട്ടികളെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമായിരിക്കും. അവർക്ക് ഇയാളെ കാണുന്നുമില്ല, അറ്റ് ദ സെയിം ടൈം അത് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷനും ഇല്ല. എത്ര ബുദ്ധിമുട്ടായിരിക്കും അതെന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ സത്യം അറിയിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, കുട്ടികളോട് സംസാരിക്കുന്ന സമയത്ത് വൺ അറ്റ് എ ടൈം, അതായത് ചെറിയ ഇൻഫർമേഷൻസ് ആയിട്ട് മാത്രം അവരോട് പറഞ്ഞു കൊടുക്കാം. എല്ലാം കൂടി ഒരുമിച്ച് അവർക്ക് താങ്ങാനാവുന്നതിനേക്കാൾ കൂടുതലായിരിക്കും. അവരുടെ ബ്രെയിനിന് പ്രോസസ്സ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യങ്ങൾ മാത്രം തുടക്കത്തിൽ പറയുക. പിന്നീട് അതിനെ ഓരോ സമയമെടുത്ത് ഇന്റർവെൽ അനുസരിച്ച് വേണം പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്റെ അമ്മാവ മരിച്ചു എന്ന് എന്നോട് എന്റെ റിലേറ്റീവ് വന്ന് പറഞ്ഞത് ഞാനൊരു ബസ് സ്റ്റോപ്പില് ബസ് കാത്തു നിൽക്കുന്ന സമയത്തായിരുന്നു. അത് എനിക്ക് ഭയങ്കര ഷോക്കായിരുന്നു. എനിക്ക് സഹിക്കാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറമായിരുന്നു. അമ്മ മരിക്കുമെന്ന് അറിയാം, സിക്കായിരുന്നു എന്നൊക്കെ നമുക്കറിയാമെങ്കിലും മരിച്ചു പോകുന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ആരും ഉൾക്കൊണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇന്നും ഞാൻ ആ വിഷമത്തോടു കൂടി തന്നെയാണ് ആ ആൾ എന്നോട് അങ്ങനെ പറഞ്ഞതിനെ പറ്റി ആലോചിക്കുന്നത്. അപ്പൊ ആലോചിച്ച് നോക്കൂ, കുട്ടികൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ രീതിയുണ്ട്. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന ആ പ്രായമായിരുന്നിട്ട് പോലും അന്നും ഞാനൊരു കുട്ടി തന്നെയാണ് സ്റ്റിൽ. എന്നാലും നമ്മളത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ബ്രെയിനിന് അത് എടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ വേണം നമ്മളത് പറഞ്ഞു കൊടുക്കാൻ. അപ്പൊ കുട്ടികളാണെങ്കിൽ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള രീതി തന്നെ നമ്മളത് പറഞ്ഞു കൊടുക്കണം. നമ്മൾ ടൈം എടുത്ത് പറഞ്ഞു കൊടുക്കണം, അവരുടെ കൂടെ ഇരിക്കണം. അവർക്ക് ഒരുപാട് സമയം വേണ്ടി വരും. അവരുടെ മുമ്പിലിരുന്ന് കരഞ്ഞോട്ടെ, നിങ്ങൾ കരയൂ, അതൊന്നൊരു കുഴപ്പമുള്ള കാര്യമല്ല. നിങ്ങളുടെ സങ്കടം അവർ കാണുമ്പോൾ അവരുടെ സങ്കടവും അവർക്ക് എന്താ പറയാ പുറത്തേക്ക് വരട്ടെ. അപ്പൊ അവർക്ക് കൂടെ ആ ഒരു റിലീഫ് ഒരുമിച്ച് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക. ഒരു കാര്യം പറയുമ്പോൾ എല്ലാം കൂടെ പറയരുതൊക്കെ, സമയം എടുത്ത് മാത്രം ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിൽക്കുക. ഇതിന്റെ അടുത്തൊരു സ്റ്റേജ് എന്ന് പറയുമ്പോൾ, ഇതെല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ കുട്ടികൾ റിയാക്ട് ചെയ്യുന്ന പല രീതിയിലായിരിക്കും. അവർക്ക് ദേഷ്യമായിട്ടോ, ഫ്രസ്ട്രേഷൻ ആയിട്ടോ, കരച്ചിലായിട്ടോ, അല്ലെങ്കിൽ വാശിയായിട്ടോ ഒക്കെ ആയിരിക്കും കൂടുതലും ഇത് പുറത്തേക്ക് വരുന്നത്. ആ സമയത്ത് അവരുടെ ഇമോഷൻസിനെ നമ്മൾ അംഗീകരിക്കുക, നമ്മൾ അവരെ കുറ്റപ്പെടുത്താതിരിക്കുക, നമ്മൾ അവരെ ഒരുപാട് സങ്കടത്തിലേക്ക് വീണ്ടും ആഴ്ത്താതിരിക്കുക. അത് നമ്മൾ അംഗീകരിച്ചിട്ട് അതിന്റെ കൂടെ നമ്മൾ നിന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുമ്പോഴാണ് കുട്ടികൾക്ക് അത് പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. പലപ്പോഴും നമുക്ക് ഓൾറെഡി ഭയങ്കര സങ്കടത്തിലിരിക്കുന്ന ഒരു സമയത്ത് അവരും അവരുടെ ഇമോഷൻസിനെ എങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നറിയാതെ പല രീതിയിൽ പ്രതികരിക്കുമ്പോഴേക്കും നമ്മുടെ കൺട്രോൾ വിട്ടുപോകും. അങ്ങനെ ഒരു സമയമാണ് വരുന്നതെങ്കിൽ സഹായത്തിന് ആരെങ്കിലും നിങ്ങളുടെ കൂടെ നിർത്തുക. കാരണം ആ ഒരു സമയത്ത് നമ്മൾ കടന്നു പോകുന്നതോ വലിയ കാര്യമായിരിക്കും. കുട്ടികൾ കടന്നു പോകുന്നതും കൂടെ എടുക്കാൻ നമുക്ക് സ്പേസ് ഇല്ലാന്നുണ്ടെങ്കിൽ
തീർച്ചയായും നിങ്ങൾ സഹായത്തിന് ആരെങ്കിലും കൂടെ നിർത്തുന്നത് ഭയങ്കര ഉപകാരപ്പെടും. പിന്നെ കണ്ടുവരുന്ന മറ്റൊരു കാര്യമാണ് ഈ ചടങ്ങുകളിൽ നിന്ന് കുട്ടികളെ മാറ്റി നിർത്തുക എന്ന് പറയുന്നത്. ശരിയാണ്, ശരിക്കും ഈ മരണ വീടുകളിലോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന മറ്റു ചടങ്ങുകളിലോ കുട്ടികളെ കൊണ്ടുപോകേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അവർക്കത് കണ്ടു നിൽക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ഓവറായിട്ടുള്ള ഒരു കൺസേൺ ഉള്ളതുകൊണ്ടാണ് പാരൻസും അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസും ഒക്കെ കുട്ടികളെ ആ ഒരു ഇടത്തേക്ക് കൊണ്ടുപോകാതിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കൂ, ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് അവരറിഞ്ഞില്ലെങ്കിൽ അതെങ്ങനെയായാലും അവർ ഹാൻഡിൽ ചെയ്യുന്നത്, അവിടെ എന്ത് നടന്നു എന്നുള്ളത് അവിടെ ഒരു ബ്ലാങ്ക് ആയിരിക്കും. ഈ ബ്രെയിനിനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ആൻസേഴ്സ് കിട്ടണം. ഈ ആൻസേഴ്സ് കിട്ടിയില്ലെങ്കിൽ അവരെപ്പോഴും അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ എന്താ പറയുക, ആ ആൻസർ കിട്ടുന്നത് വരെ അവരിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പൊ കുട്ടികൾക്ക് ആ ചടങ്ങ് കാണിച്ചു കൊടുത്ത് എന്താണ് നടക്കുന്നതെന്ന്, ആ നഷ്ടത്തിന്റെ എന്താ പറയാ പ്രോസസ്സ് അവരെ കടന്നു പോകാൻ വേണ്ടി അനുവദിച്ചു കൊടുക്കുക. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ആ ഓർമ്മകളിൽ കൂടെ നടത്തിക്കാനും നമ്മൾ ഒന്ന് പരിശീലിപ്പിക്കാം. അന്നിപ്പോ ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവർക്ക് നഷ്ടപ്പെട്ടത് ചിലപ്പോൾ അവരുടെ ഫേവറേറ്റ് ടോയ് ആയിരിക്കും വിചാരിക്കാം. അല്ലെങ്കിൽ നമ്മളിപ്പോ വലിയ നഷ്ടത്തിനെ പറ്റി അല്ല എക്സാമ്പിൾ പറയുന്നത്. കാരണം വലിയ നഷ്ടത്തിന് വേണ്ടിയിട്ടും നമുക്ക് കുട്ടിയെ പരിശീലിപ്പിച്ചെടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ആ പരിശീലനത്തിന്റെ ഭാഗമായിട്ട് അവർക്ക് നഷ്ടപ്പെട്ട ഒരു കുഞ്ഞു ടോയ് ആണെങ്കിൽ ആ കുഞ്ഞു ടോയുടെ പിക്ചർ വരയ്ക്കാനും അല്ലെങ്കിൽ ആ കുഞ്ഞു ടോയിന്റെ ഭാഗങ്ങൾ എടുത്ത് സൂക്ഷിച്ചു വെക്കാനും ഒക്കെ അവരെ പരിശീലിപ്പിക്കുക. അപ്പൊ മുതിർന്ന ആളുകളും നമ്മുടെ അടുത്ത് നിന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരാണെങ്കിലും അവരുടെ ഫോട്ടോസ് എടുത്ത് സൂക്ഷിച്ചു വെക്കാനും അവരെ പറ്റിയുള്ള ചിത്രങ്ങൾ വരയ്ക്കാനും അവരെ പറ്റി പാട്ട് എഴുതാനും ഒക്കെ കുട്ടികളെ എൻകറേജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഗ്രീഫിംഗ് പ്രോസസ് എന്ന് പറയുന്നത് ഇച്ചിരിയും കൂടെ എളുപ്പത്തിലാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ അവരെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഒരു നഷ്ടം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു വിയോഗം ഉണ്ടായി കഴിഞ്ഞാൽ, ഒരു മരണം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. ഈ മരണം എന്ന് പറയുന്നത് മരണം മാത്രമല്ല കേട്ടോ, ഞാൻ പറഞ്ഞ പോലെ നഷ്ടം എന്ന് പറയുന്നത് എന്തും ആവാം. നേരത്തെ എക്സാമ്പിൾ പറഞ്ഞ പോലെ ഒരു ടോയ് പൊട്ടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവർക്കും അതൊരു സങ്കടം തന്നെയാണ്, ഏറ്റവും വലിയ ഗ്രീഫ് തന്നെയാണ്. അപ്പം നമ്മുടെ നഷ്ടങ്ങൾ എന്ന് പറയുന്നത് ആ ചെറിയ കാര്യത്തിൽ നിന്നും ഏറ്റവും വലുതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് നന്നായിട്ട് കുട്ടികളെ പരിശീലിപ്പിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. ഇനി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ അതും കൂടെ നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. ഇവിടെ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സങ്കടം മറച്ചു വെക്കാതിരിക്കുക എന്നുള്ളതാണ്. കുട്ടികൾ കാണട്ടെ നിങ്ങൾ കരയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ സങ്കടപ്പെടുന്നത്. ഒരു സംഭവം നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ കുട്ടികളെ അറിയരുത്, കുട്ടികളെ കാണിക്കരുത് എന്ന് പറഞ്ഞ് നിങ്ങൾ മറച്ചു വെക്കാൻ നോക്കുമ്പോഴാണ് കുട്ടികൾക്ക് സങ്കടമാവുന്നത്, കുട്ടികൾക്ക് മനസ്സിലാവാതിരിക്കുന്നത്. അപ്പോൾ അവരെ ഞാൻ പറഞ്ഞതുപോലെ അവർ ചെറിയ ചെറിയ നഷ്ടങ്ങളിൽ നിന്നും വലിയ വലിയ നഷ്ടങ്ങളിലേക്കാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്കും ചെറിയ നഷ്ടം ഉണ്ടായി കഴിയുമ്പോഴേക്കും നിങ്ങളുടെ മുമ്പിൽ നിന്ന് കരഞ്ഞെന്ന് വിചാരിച്ച ഒരു കുഴപ്പമില്ല, ഞാൻ സാഡാണ്, എനിക്കിങ്ങനെ സംഭവിച്ചു, അപ്പം മമ്മി കുറച്ച് സമയം എടുക്കുകയാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് മാറിയിരുന്ന് കരഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ അവരുടെ മുമ്പിൽ കൂടെ കരഞ്ഞോണ്ട് നടക്കണമെന്നല്ല പറയുന്നത്. നിങ്ങൾ കരയുന്നിടത്തേക്ക് കുട്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കരയാൻ അത് പാടില്ലാത്തതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വിചാരിച്ച് പെട്ടെന്ന് നിങ്ങൾ റെഡി ആവേണ്ട കാര്യമില്ല. അവനെ അത് കാണാൻ വേണ്ടിയിട്ട് അലോ ചെയ്തോളൂ, ഒരു കുഴപ്പവും വരുന്നില്ല. അവർക്ക് ആ ഒരു പ്രോസസ്സ് നാളെ ഹെൽപ്ഫുൾ ആവുകയുള്ളൂ. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഓർമ്മകളെ തടയാതിരിക്കുക. നമ്മൾ പലപ്പോഴും ഒരു കുട്ടിക്ക് എന്തെങ്കിലും നഷ്ടം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി പറയണ്ട, അയ്യോ കുട്ടിയുടെ മുമ്പിൽ വെച്ച് പറയല്ലേ, കുട്ടീനെ മാറ്റിക്കൊണ്ട് പോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ ഒരു വിഷയം സംസാരിക്കുന്നിടത്തുനിന്ന് കുട്ടി വന്നിട്ടുണ്ടെങ്കിൽ അപ്പം സ്റ്റോപ്പാകും. അതാണ് ഏറ്റവും ഭയങ്കര ഹേർട്ടായിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത്. അവരെയും കൂടെ അതിലേക്ക് ഉൾപ്പെടുത്തുക, എന്നിട്ട് അവർക്കുണ്ടാകുന്ന വിഷമം എന്താണ്, അവർക്ക് എന്താ കടന്നു പോകുന്നത്. നമ്മളിപ്പം ഇതാണ്ടേ ഇന്ന ആളെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, അവനുണ്ടായിരുന്നപ്പോൾ എന്തൊക്കെ രസമായിരുന്നു അല്ലേ എന്നൊക്കെ പറഞ്ഞ് അവരും ഉണ്ടാവും കുറെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. അതും കൂടെ കേൾക്കാൻ വേണ്ടി നിങ്ങളൊന്ന് വില്ലിങ് ആയി കഴിഞ്ഞാൽ അത് നിങ്ങൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുകയാണ് പ്രോസസ്സിങ്ങിന് വേണ്ടി. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണം വെച്ചിട്ടുണ്ടെങ്കിലും അവരുടെ ഓർമ്മകളെ ഒരിക്കലും നിങ്ങൾ നിഷേധിക്കാതിരിക്കുക, അവഗണിക്കാതിരിക്കുക. പിന്നെ മറ്റൊരു തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് കൂടുതൽ പാരൻസിനും എന്ത് പറയണം എന്നറിയത്തില്ലാത്തൊരവസ്ഥ വരും. അതിപ്പം എന്ത് തന്നെ നഷ്ടങ്ങളായിക്കോട്ടെ, ആ നഷ്ടങ്ങളെ പറ്റി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. അതുകൊണ്ട് എന്താണ് ചെയ്യുക, ഒന്നും പറയില്ല. അങ്ങനെ വരുന്ന സമയത്താണ് കുട്ടികൾക്ക് ഭയങ്കരമായിട്ടുള്ള മറ്റു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത്. അവർക്കിത് അറിയത്തില്ലാത്തത് കൊണ്ട് തന്നെ അവരിങ്ങനെ പറഞ്ഞ പോലെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കും ഈ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന സംഭവം എന്ത് തന്നെയാണെങ്കിലും അത് തിരിച്ചു വരും, അല്ലെങ്കിൽ മരണപ്പെട്ട ആള് തിരിച്ചു വരും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അവരിയ്ക്കും. അവരതിനെപ്പറ്റി ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മുതിർന്ന അഡൾട്ടായിട്ടുള്ള ആളുകൾ അകന്നു മാറാൻ ശ്രമിക്കും. അതും ഒരു വലിയൊരു തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്താണോ ആ ഒരു സംഭവത്തിനെ പറ്റി മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അത് കുട്ടികളോട് പറഞ്ഞു കൊടുത്തോളൂ. ഒരു കുഴപ്പവും വരാൻ പോകുന്നില്ല. നിങ്ങൾ പേടിക്കുന്നതിനേക്കാളും എത്രയോ സമാധാനപരമായിട്ടായിരിക്കും ആ ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് അവസാനിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദിനചര്യകളൊക്കെ ഇങ്ങോട്ട് വല്ലാതെ മാറിപ്പോവും. വലിയൊരു മരണമൊക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ
തിരിച്ച് നോർമൽ ലൈഫിലേക്ക് പോവാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. എനിക്ക് ഈ അടുത്തൊരു കുട്ടി, ആ കുട്ടിയുടെ ബ്രദർ മരിച്ച് 1 വർഷമായിട്ടും അവർക്ക് ബാക്ക് ടു നോർമലിലേക്ക് പോകാൻ പറ്റാത്ത ഒരു കുട്ടീന്റെ റെഫറൽ വന്നത്. ആ കുട്ടിക്ക് ഒരു പ്രോസസ്സിങ് പോലും നടന്നിട്ടില്ല. വീട്ടില് ഞങ്ങൾ ഈ വിഷയം സംസാരിക്കാറില്ല, ഞങ്ങൾക്ക് അത് സംസാരിക്കാൻ അലൗഡ് അല്ല എന്നാണ് പറഞ്ഞത്. അമ്മ ഒരിക്കലും പുറത്തേക്ക് വരാറില്ല, അമ്മ റൂമിലാണ് ഇരിക്കാറ്, കുട്ടിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമായി. കാരണം ഈ കുട്ടിക്ക് 11 വയസ്സാണുള്ളത്. 11 വയസ്സുള്ള പെൺകുട്ടിയാണ് വീട്ടിലെ ഒട്ടുമിക്ക കാര്യങ്ങളും ചെയ്യുന്നത്. കൂടാതെ കുട്ടിക്ക് ഒരു അനിയനും കൂടെ ഉണ്ട്. അതിന്റെ വീട്ടിലുള്ള ആളാണ്, കുട്ടിയാണ് മരിച്ചുപോയത്. അപ്പം നമുക്ക് കുട്ടികൾക്ക് കൊടുക്കേണ്ട കുറെ റീഅഷുറൻസ് ഉണ്ട്. അവളുടെ കുട്ടി പലപ്പോഴും ക്ലാസ്സിൽ വരാറില്ല, അപ്പൊ അവൾക്ക് വരാൻ പറ്റാറില്ല. അപ്പൊ അവൾക്ക് അവരുടെ ഉള്ള ഒരു സുരക്ഷിതത്വ ബോധം എന്ന് പറയുന്നത് ഓൾറെഡി നഷ്ടപ്പെട്ടു. അവളുടെ ഗ്രീഫിങ് അവിടെ നടക്കുന്നില്ല, അവൾക്ക് സപ്പോർട്ട് എടുക്കാൻ പോലും പറ്റുന്നില്ലാത്ത അവസ്ഥയുണ്ട്. അപ്പം പാരന്റ്സിന്റെ ബുദ്ധിമുട്ടുകൾ നമുക്കറിയാവുന്നെങ്കിൽ പോലും ഞാൻ പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞ പോലെ, നമുക്ക് ഈ സപ്പോർട്ടിങ് സിസ്റ്റം എല്ലായിടത്തും അറൗണ്ട് ആയിട്ടുണ്ട്. ആ സപ്പോർട്ടിങ് സിസ്റ്റത്തിന്റെ കൂടെ നമ്മൾക്കൊരു ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ആ ഹെൽപ്പ് നമ്മൾ സീക്ക് ചെയ്യാൻ നോക്കുമ്പോഴാണ് നമുക്ക് അറിയുള്ളൂ നിങ്ങൾക്ക് എത്രത്തോളം ഡീപ്പായിട്ടാണ് നിങ്ങൾക്ക് ഇത് വേണ്ടതെന്നത്. ഈ ഫാമിലി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് പോലും അവർ വേണ്ടാന്ന് പറഞ്ഞു. കാരണം അവര് ആ ഒരു പ്രോസസ്സിൽ കൂടെ അവർക്ക് ജീവിക്കാനാണ് താല്പര്യം. അങ്ങനെ തന്നെ ജീവിച്ചു പോകുന്ന ആൾക്കാരാണ്. ഇത്ര വർഷമായി, 1 വർഷം കഴിഞ്ഞിട്ടും അവർക്ക് ആ പ്രോസസ്സിൽ നിന്നും കടന്നു പോകാൻ പറ്റാത്തത് കൊണ്ട് ഇങ്ങനെ ഇനി ജീവിച്ചാൽ മതി എന്നുള്ള തീരുമാനത്തിലേക്ക് വരെ എത്തിപ്പോയ ഒരു ഫാമിലിയാണ് അവര് എന്ന് പറയുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ ഗ്രീഫിനെ നമ്മള് പ്രോസസ്സ് ചെയ്യാണ്ട് നമ്മൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ വിട്ട് ഒരിക്കലും പോവില്ല. അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ കാലാകാലം കിടക്കും. സന്തോഷിക്കാൻ പറ്റില്ല ഒരിക്കലും, ഒന്നിനും. നമുക്കൊരു പഴയ ജീവിതം എന്ന് പറയുന്നത് ഉണ്ടാവാത്തൊരവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ കുട്ടികളുമായിട്ട് നിങ്ങൾ ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് ആ ജീവിത ശൈലികൾ, അതായത് സ്കൂളിൽ വിടേണ്ട സമയത്ത് സ്കൂളിൽ വിടുക, ഭക്ഷണം കഴിക്കേണ്ട സമയത്ത് കഴിക്കുക. അറിയാം ഇതൊരു പ്രോസസ്സിങ് ടൈം, ലോങ് ടൈം എടുക്കുന്നതാണ്, എന്നാലും നമ്മൾ മാക്സിമം ചെയ്ത് ആ ഒരു സുരക്ഷിതത്വം കുട്ടികൾക്ക് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കണം. ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം കൂടെ ഉണ്ട്. ഇത് അവസാനത്തെ ഒരു കാര്യമാണ്. ഇത് നമ്മൾ ആളുകളുടെ കാര്യത്തിലല്ല, കൂടുതലും നമ്മൾ എന്തെങ്കിലും ഒരു സാധനങ്ങൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, വീട്ടിൽ ഏറ്റവും പ്രിയപ്പെട്ട പെറ്റ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, അങ്ങനെയൊക്കെയുള്ള സമയത്താണ് നമ്മൾ ഈ ഒരു തരത്തിലുള്ള എന്താ പറയുക ബിഹേവിയർ നമ്മൾ കാണിക്കുക. അതായത് നമ്മൾ ഇപ്പം കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ എസ്പെഷ്യലി അവർക്ക് ആ സങ്കടം ഒരുപാട് കാലത്തേക്ക് നിലനിന്ന് വരും. പക്ഷെ നമ്മൾ ചിലപ്പോൾ ഒരു 6 മാസം കഴിയുമ്പോഴും ഈ കുട്ടി ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, നീ എന്തിനാ സങ്കടപ്പെട്ടെന്ന് പറയുമ്പോൾ എനിക്ക് എന്റെ എന്താ പറയുക കുക്കുവിനെ ആലോചിച്ചിട്ടുള്ള സങ്കടമാണെന്ന് പറയാം. കുക്കു എന്റെ പ്രിയപ്പെട്ട പട്ടിക്കുട്ടിയായിരുന്നു കേട്ടോ. അപ്പൊ അവൻ ഇതുപോലെ മരിച്ചിട്ട് ഏകദേശം 1 വർഷം കഴിഞ്ഞു. അപ്പൊ എന്റെ കുക്കുവിനെ പറ്റി ആലോചിച്ചിട്ടാണ് ഞാൻ സങ്കടപ്പെട്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ, ഇത് ഇത്ര കാലം മുമ്പ് നടന്നാലും നീ ഇതുവരെ അത് വിട്ടില്ലേ, ഇതുവരെ നിന്റെ സങ്കടം മാറിയില്ലേ എന്ന് പറഞ്ഞിട്ട് അതിനൊരു സമയപരിധി നിങ്ങൾ എന്താ പറയാ സമയപരിധിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾ കൊടുക്കാതിരിക്കുക. ഇതിനൊരു സമയപരിധി ഇല്ല. എന്റെ ഗ്രീഫ് എന്ന് പറയുന്നത് ചിലപ്പോൾ 5 വർഷം എടുത്തേക്കാം, നിങ്ങളുടെ ഗ്രീഫ് ചിലപ്പോൾ 6 മാസമായിരിക്കും, ചിലപ്പോൾ 2 ആഴ്ചയായിരിക്കും. അത് നമുക്ക് പറയാൻ പറ്റില്ല. ഓരോ ആളുകൾക്കും ഓരോ രീതിയിലാണത് സമയം എടുത്തിട്ട്. അപ്പൊ ആ ഒരു കുട്ടിക്ക് എത്രയും സമയം എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് കൂടെ ഇരുന്ന് കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പൊ അതും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു വിഷയം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കണ്ടിരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നിരിക്കാമെന്ന് അറിയാം. പലപ്പോഴും നമ്മൾക്ക് അത് ഡൈജസ്റ്റ് ചെയ്യാൻ പോലും ഭയങ്കര പാടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഇത് ഇമ്പോർട്ടന്റ് ആണെന്ന് എനിക്ക് തോന്നി. കാരണം എസ്പെഷ്യലി എനിക്ക് ഇതുപോലെ ഗ്രീഫിന് ഒത്തിരി ക്ലയൻസിനെ കിട്ടുന്നുണ്ട് നമ്മുടെ സ്കൂളിൽ നിന്ന്. അപ്പൊ കുട്ടികൾക്ക് പലപ്പോഴും ഇത് പാരന്റ്സിനോട് സംസാരിക്കുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഇത് പ്രോസസ്സ് ചെയ്യാൻ പാരന്റ്സിന് പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇത് പറഞ്ഞു കൊടുക്കാൻ പോലും അവർക്ക് പറ്റുന്നില്ല എന്നുള്ള കാര്യം. അപ്പൊ ഇത് നമ്മൾ ഉറപ്പായിട്ടും എല്ലാവരും അറിയേണ്ട ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ, പേഴ്സണൽ ലൈഫിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്തു, അല്ലെങ്കിൽ ഇതുപോലെ ഇനി ഉണ്ടായി കഴിഞ്ഞിട്ട് നിങ്ങൾ എങ്ങനെയായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാം. അതുപോലെ തന്നെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു സബ്സ്ക്രിപ്ഷൻ ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മോട്ടിവേഷൻ, കൂടുതൽ വിഷയങ്ങൾ പഠിക്കാനും അതുപോലെ തന്നെ അത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനും. നമുക്കിനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം.